ഹലോ ഗായ്സ്, എക്സോഡി ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ മസിനഗുഡി അതുപോലെ തന്നെ ഊട്ടി പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇപ്പോൾ വൈകുന്നേരം ഊട്ടി ടൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഊട്ടി നഗരത്തിലെ വൈകുന്നേര കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. നമ്മളിപ്പോൾ ഊട്ടി ടൗണിലാണ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ചായയും ഇത് സോയാ ചങ്ക്സും കോളിഫ്ലവർ മിക്സും ആണ് കേട്ടോ. 40 രൂപയ്ക്ക് കുഴപ്പമില്ല, കൊള്ളാം, നല്ല ചൂടുണ്ട്. ചായയും നമ്മൾ ഇന്നലെ വന്ന സ്പോട്ടിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ പൊട്ടറ്റോ സ്പൈറലാക്കി വെച്ചേക്കുന്ന സംഭവമില്ലേ, അതാ ഈ സാധനം, അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു ഇവിടുത്തെ കടകളൊക്കെ ഒന്ന് തെന്നി നടക്കണം. അതാണ് ഇപ്പോഴത്തെ അടുത്ത പരിപാടി. പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, ഓർഡർ ചെയ്യണമെന്നല്ല, സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ക്യാരറ്റൊക്കെ ഇവിടെ നല്ല ഫ്രഷ് ക്യാരറ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കാറുണ്ട്. ഇനി നമുക്കുള്ള പൊട്ടറ്റോ അതാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അതൊക്കെ കഴിക്കാൻ വേണ്ടി സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, കണ്ടില്ലേ. നമ്മൾ ഇന്നലെ അന്ന് നോക്കിയിട്ട് പോയ ക്യാരറ്റാണ് കേട്ടോ. ഇപ്പൊ വെളിച്ചം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റാത്തത്. ഞാൻ ഇത്രയും വാങ്ങിച്ചത് 100 രൂപ ഉള്ളു കേട്ടോ. 100 രൂപയ്ക്ക് അക്ക കുറെ ക്യാരറ്റൊക്കെ എനിക്ക് എടുത്ത് വാരി തന്നു. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നല്ലൊരു അടുക്കി വെക്കുമായിരുന്നു. ഞാൻ ഇന്നലെ വന്നിട്ട് പോയി, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നത്. ശരിയല്ലേ? ഓക്കെ, താങ്ക് യു അക്ക, ബൈ. അതിനുശേഷം ഞാൻ ഊട്ടിയിൽ നിന്ന് ഊട്ടിപ്പൂവ് വാങ്ങിച്ചു. അതായത് രാവിലെ ആകുമ്പോൾ വിരിയുകയും അതുപോലെ തന്നെ രാത്രിയാകുമ്പോൾ ഇതുപോലെ അടഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഊട്ടിപ്പൂവാണ്. ഇത് 1 വർഷം വരെ കേടുകൂടാതിരിക്കും എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് കേട്ടോ. നമ്മുടെ ചോക്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് കണ്ടില്ല, പല വെറൈറ്റി ചോക്ലേറ്റ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ടോ, പല വിലയ്ക്കും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് വാങ്ങിച്ചു, 2 വെറൈറ്റി വാങ്ങിച്ചു. ബട്ടർനട്ടിൻ്റെ അതും വാങ്ങിച്ചു. പിന്നെ കാണിച്ചു തരാം, ഉള്ളിലുണ്ട് കേട്ടോ ഇവർക്ക്. അത്യാവശ്യം നല്ല വെറൈറ്റിയിൽ ചോക്ലേറ്റ്സ് മാത്രമല്ല, ടീ ബാക്കി കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ചോക്ലേറ്റ് ടീ കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം പല പല വെറൈറ്റി ഓഫ് ടീ ഉണ്ട്. നീലഗിരി ടീ, ചോക്ലേറ്റ് ടീ, കൊക്കോ ടീ, ജിഞ്ചർ ടീ, മാമി ടീ, അങ്ങനെ മസാല ടീ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ ചോക്ലേറ്റൊക്കെ നട്ട്, ഫ്രൂട്ട് ആൻഡ് നട്ട്, കോഫി, പീനട്ട്, ആൽമണ്ട്, ബ്രൗൺ, അങ്ങനെ പല വെറൈറ്റി. റോസ്റ്റഡ് കാഷ്യൂ ഉണ്ട്, ഫ്രൂട്ട് ആൻഡ് നട്ട്, ബിറ്റർ നട്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ 2 വെറൈറ്റി മാത്രമേ വാങ്ങിച്ചുള്ളൂ. നീലഗിരി മിൽക്കും പിന്നെ ബട്ടർ നട്ടും, അങ്ങനെ 2 മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. കണ്ടല്ലേ, നീലഗിരീസ് കൊക്കോ ടീ, അതല്ലേ കടയുടെ പേര്, നീലഗിരീസ് കൊക്കോ ടീ. കൊള്ളാം. ഇവിടെ നേരം വന്നിട്ട് ഊട്ടിയിൽ വന്നിട്ട് ടീ വാങ്ങിച്ചില്ല എന്നുണ്ട്, അതായത് ചായ പൊടി വാങ്ങിച്ചില്ല എന്ന് വേണ്ട. ജിഞ്ചർ ടീ ഇരിപ്പുണ്ട്. ജിഞ്ചർ ടീ നമുക്ക് 110 രൂപയാണ് തന്നേക്കണത്. ജിഞ്ചർ ടീ അല്ല, സോറി, ഏലക്കയുടെ ടീ പൗഡറാണ്. പിന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. ജിഞ്ചർ ടീ, ചോക്ലേറ്റ് ടീ ഒക്കെ ഉണ്ട്, പല അളവിനുണ്ട്. ഇപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പാക്കറ്റും എടുത്തേക്കാണ്. ഊട്ടിയിൽ വരുന്നവർക്ക് നല്ല ചോക്ലേറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി ചോക്ലേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. വരിക, വാങ്ങിക്കുക. കൊള്ളാം, സാമ്പിളൊക്കെ കഴിക്കാൻ വേണ്ടി തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബായ്, നല്ല ഇറക്കുക കേട്ടോ. പോയിട്ട് വരാം, ബായ്. പേര് മാത്രം കിട്ടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ, വർക്കി എന്നാണ് പേര്. അപ്പോൾ ഇത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇവർ ഇവിടെ വന്നപ്പോഴാണ് പറയണേ. കഴിച്ചപ്പോൾ കൊള്ളാം. ഈ സ്നാക്ക് വന്നിട്ട് നമ്മുടെ ബർഫി പോലെ വേറൊന്നും, നമ്മുടെ എന്താണ് പപ്സിൻ്റെ പുറമേയൊക്കെ കുറച്ച് ഫ്രൈ ചെയ്ത് സ്വീറ്റ് ആയിട്ടിരുന്ന അങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിപ്പുണ്ട് കേട്ടോ. അതാണ് വർക്കി. ഇവിടെ ഞാനൊരു ടെഡി ബിയർ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ തൂക്കി കിട്ടുന്ന ഒരു ടെഡി ബിയർ, അതായത് നമുക്ക് റെഡും ബ്ലാക്കും വരുന്ന ടെഡി ബിയറാണ്. അത് ഞാനിപ്പോൾ വാങ്ങിച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതാണല്ലേ, ഈ ഒരു വലിപ്പം വരും. ഈ ഒരു പച്ച ഇങ്ങോട്ട് വെക്ക്, ഈ ഒരു വലിപ്പം ഉണ്ടാവും. ഇതിൻ്റെ റെഡാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്, അതായത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, ഞാനിപ്പോൾ ഊട്ടി ടൗൺ മൊത്തം അടിച്ച് കറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ നാട്ടിലേക്ക് പോകാനുള്ളതൊക്കെ വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ റൂം മൊത്തം അലങ്കൂരായിട്ട് കിടക്കുകയാണ്. എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ച് ഇരിപ്പുണ്ട്. ബാഗിനകത്ത് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ, ഡ്രസ്സുകളും, പിന്നെ ടെഡി ബിയർ ഇരിപ്പുണ്ട്, പിന്നെ ഊട്ടിപ്പൂവ്, ചോക്ലേറ്റ്, പിന്നെ ക്യാരറ്റ് വാങ്ങിച്ചിരിപ്പുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ജാക്കറ്റ്, സ്വെറ്റർ, അങ്ങനെയുള്ള ഐറ്റംസ്. അങ്ങനെ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം എൻ്റെ ബാഗിനകത്ത് വയ്ക്കില്ല. പ്രത്യേകിച്ച് ഈ ടെഡി ബിയർ.
അപ്പോൾ ഞാനിത് നാളെ രാവിലെ ഇവിടെ നിന്ന് പാഴ്സൽ ഓഫീസിൽ പോയി പാഴ്സൽ അയക്കും. ടെൻറ്റ് എനിക്ക് വേണം. നാളെ എനിക്ക് ഒരിടത്ത് ടെൻറ്റ് അടിക്കാനുണ്ട്. കേരള ബോർഡർ നാളെ ക്രോസ് ചെയ്തിട്ട് കേരളത്തിലാണെങ്കിൽ നാളെ ടെൻറ്റ് അടിച്ച് കിടക്കണം. അതുകൊണ്ട് ടെൻറ്റ് എനിക്ക് വേണം. പിന്നെ ബാക്കി റെയിൻകോട്ട് കാര്യങ്ങൾ പിന്നെ ആവശ്യം കഴിഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ഞാൻ നാളെ ഈ പെട്ടിക്കകത്താക്കി ഞാൻ പാഴ്സൽ അയക്കാൻ വേണ്ടി പോവാണ്. കാരണം അതേ നടക്കുള്ളൂ. ഇതെല്ലാം ഒരുപാടുണ്ട്. ക്യാരറ്റ് ചിലപ്പോൾ ഞാൻ കൊണ്ടുപോകും, ഇല്ലാന്നുണ്ടെങ്കിൽ പാഴ്സൽ കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ രാത്രി ഫുഡ് കഴിക്കാൻ പോകണം. ഞാനിപ്പോൾ സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് ചിക്കൻ നൂഡിൽസ് കിട്ടി. ഇപ്പോൾ ചിക്കൻ നൂഡിൽസ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഉണ്ടോ, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കുറച്ച് ഇതിനകത്ത് തട്ടി, വേറെ പാത്രമൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഞാൻ എൻ്റെ പാക്കറ്റിലാണ് തട്ടിയിട്ട് ഇപ്പോൾ കഴിക്കുന്നത്. കൊള്ളാം കേട്ടോ. അങ്ങനെ പുറമെ മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എമൗണ്ട് ആവും. അതുകൊണ്ട് പിന്നെ ചിക്കൻ നൂഡിൽസ് വാങ്ങിച്ചു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. ഗൈസ്, ഈ നൂഡിൽസ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കിത് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ഇത് എടുത്ത് പറയണ്ട കേട്ടോ, ഇത് അടിപൊളി നൂഡിൽസ് കേട്ടോ. എന്നുവെച്ചാൽ 100 രൂപയ്ക്ക് അടിപൊളിയാണ്. ഞാൻ നേരത്തെ കാണിച്ചതൊന്നുമല്ല, ഒരുപാടുണ്ടാവും, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ്. കാരണം ഊട്ടിയിലെ ഫുഡ് എനിക്ക് പൊതുവേ എത്രത്തോളം, ഹോട്ടലിലുള്ള ഫുഡ് എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ ഒരു നമ്മുടെ റോഡ് സൈഡിലെ ചേട്ടന്മാരുടെ കൗണ്ടറിൽ നിന്നിട്ട് ഈ നൂഡിൽസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ക്വാണ്ടിറ്റി ചിക്കനും മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 100 രൂപയാണ്, എന്നാലും നല്ല ഒരുപാട് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പിന്നെ നാളെ തിരിച്ച് ഊട്ടിയിൽ ഇപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഇപ്പോൾ നാളെ 3ാമത്തെ ദിവസം രാവിലെ ഒരു സ്ഥലത്തൂടെ പോകാനുണ്ട്. 1-2 സ്ഥലങ്ങളും കൂടെ കാണാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ ചെന്റിയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഈ ഒരു ബെല്ലൈക്കൺ കൊടുത്ത് മറക്കാതെ ഓണാക്കി ഇട്ടേക്കുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ഈസ്റ്റ്.